100 സംഘടനകൾ അംഗത്വമെടുത്തതിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ ഫൊക്കാനയുടെ കൺവെൻഷൻ കിക്ക് ഓഫ്, ലോഗോ ലോഞ്ചിംഗ്, മദേഴ്സ് ഡേ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കി ഫൊക്കാന നേതൃത്വം. നോർത്ത് അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ ഫൊക്കാനയുടെ കൺവെൻഷൻ കിക്ക് ഓഫിനാണ് ന്യൂജേഴ്സിയിൽ തുടക്കമായത്. പാറ്റേഴ്സൺ ജോർജ് സീറോ മലബാർ ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വികാരി ഫാദർ സിമ്മി തോമസ് ആമുഖ പ്രസംഗവും പ്രാർത്ഥനയും നടത്തി. പ്രവർത്തന നിരതനാവുകയും സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുകയും വേണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്നയാളാണ് താനെന്ന് പ്രസിഡന്റ് സജിമോൻ ആന്റണി പറഞ്ഞു. മുൻപ് ഭാഷയ്ക്കൊരു $, ഭവനം പദ്ധതി എന്നിവയിൽ സംഘടന ചുരുങ്ങിപ്പോയിരുന്നു. ഇന്ന് ഫൊക്കാന അറിയപ്പെടുന്നത് ഫൊക്കാനയുടെ മെഡിക്കൽ കാർഡ്, ഫൊക്കാനയുടെ പ്രിവിലേജ് കാർഡ്, ഫൊക്കാനയുടെ ഹെൽത്ത് ക്ലിനിക്, ഫൊക്കാനയുടെ വുമൻസ് ഫോറത്തിന്റെ സ്കോളർഷിപ്പ്, ഫൊക്കാന ടോസ്റ്റ് മാസ്റ്റേഴ്സ്, ഫൊക്കാനയുടെ യൂത്ത് ടീം 100+, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ ഇന്നേ വരെ ഒരു മലയാളി സംഘടനയ്ക്കും 100 അംഗ സംഘടനകൾ ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി. കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു ലോഗോയാണ് ഫൊക്കാന തിരഞ്ഞെടുത്തത് എന്ന് ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ സതീശൻ നായർ അഭിപ്രായപ്പെട്ടു. ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സായ തോമസ്, ടോണി കല്ലുകാവുങ്കൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഫൊക്കാനയുടെ പുതിയ ലോഗോ പ്രകാശനം 24 ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഗോപി കൃഷ്ണൻ നിർവഹിച്ചു. റോക്ക്ലാൻഡ് മൈനോറിറ്റി ലീഡർ ആനി പോൾ, IPCNA പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റർ, മധു കൊട്ടാരക്കര എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫൊക്കാനയുടെ കൺവെൻഷനും നല്ല പ്രവർത്തനങ്ങൾക്കും ഇന്ത്യ പ്രസ് ക്ലബിന്റെ പിന്തുണ എന്നും ഉണ്ടാവുമെന്ന് പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ ഉറപ്പു നൽകി. ഫൊക്കാന പ്രതിനിധീകരിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പതാക ഉൾപ്പെടുന്ന ലോഗോ മികച്ചതാണെന്ന് സുനിൽ പറഞ്ഞു. ഫൊക്കാനയുടെ പ്രവർത്തനങ്ങളുടെ അടുത്ത കൺവെൻഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ കിക്ക് ഓഫും ലോഗോ പ്രകാശനത്തിനും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ നേരുകയാണ്. പ്രസിഡന്റ് സജിമോന്റെയും സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താന്റെയും പ്രവർത്തനങ്ങളെ ആദരപൂർവ്വം നോക്കിക്കാണുന്നതായി ട്രഷറർ ജോയ് ചക്കപ്പൻ പറഞ്ഞു. ഫൊക്കാന പ്രിവിലേജ് കാർഡും മെഡിക്കൽ കാർഡുമൊക്കെ ഏറെ നേട്ടങ്ങളാണ് നമുക്ക് നൽകുക. പ്രിവിലേജ് കാർഡ് ഉള്ളവർക്ക് കൊച്ചി എയർപോർട്ടിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. മെഡിക്കൽ കാർഡ് കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ പ്രയോജനപ്പെടും. ഫൊക്കാനയുടെ ഭവന പദ്ധതിക്ക് ശ്രീകുമാർ ഉണ്ണിത്താൻ 55 സെന്റ് സ്ഥലം നൽകിയതും ചാക്കപ്പൻ ചൂണ്ടിക്കാട്ടി. പെൻസിൽവേനിയയിലെ കലഹാരി റിസോർട്ടിൽ അടുത്ത വർഷം നടക്കുന്ന കൺവെൻഷൻ കിക്ക് ഓഫ് സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ്, വൈസ് പ്രസിഡന്റ് വിപിൻ രാജ്, വിമൻസ് ഫോറം ചെയർ രേവതി പിള്ള, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, അഡീഷണൽ ജോയിന്റ് സെക്രട്ടറി അപ്പുക്കുട്ടൻ പിള്ള, അഡീഷണൽ ജോയിന്റ് ട്രഷറർ മില്ലി ഫിലിപ്പ്, റീജിയണൽ വൈസ് പ്രസിഡന്റുമാരായ ലിൻഡോ ജോളി, ഫാൻസിമോൾ പള്ളത്തുമടം, ആന്റോ വർക്കി, ജോസി കരക്കാട്ട്, ബെൻ പോൾ, ഷാജി ഷാമുവൽ, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ മനോജ് മാത്യു, മത്തായി ചാക്കോ, മേരിക്കുട്ടി മൈക്കിൾ, മേരി ഫിലിപ്പ്, ഷിബു ഷാമുവൽ, ഓഡിറ്റർ സ്റ്റാൻലി എത്തിക്കൽ എന്നിവരും കമ്മിറ്റി ചെയർസായ ജോയി ഈട്ടൻ, ഫിലിപ്പോസ് ഫിലിപ്പ്, സജി പോത്തൻ, മനോജ് വട്ടപ്പള്ളിൽ, ഫ്രാൻസിസ് കരക്കാട്ട്, ലിൻഡോ മാത്യു, ഷിജിമോൻ മാത്യു, ഷിബു മാത്യു എന്നിവരും കിക്ക് ഓഫിന് നേതൃത്വം നൽകി. കേരള കൺവെൻഷൻ ചെയർ ജോയി ഈട്ടൻ ഏവരെയും കേരള കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തു. മാതൃദിനാഘോഷം നയിച്ച വിമൻസ് ഫോറം ചെയർ രേവതി പിള്ള മാതൃത്വത്തിന്റെ മഹത്വം എടുത്തുകാട്ടി. മാലിനി നായരുടെ നേതൃത്വത്തിലുള്ള സൗപർണിക ഡാൻസ് അക്കാദമി, സാത്വിക ഡാൻസ് അക്കാദമി, സെന്റ് ജോർജ് ആർട്ട് സ്കൂൾ, ലിവിങ്സ്റ്റൺ ഡാൻസ് ടീം തുടങ്ങിയവർ അവതരിപ്പിച്ച വിവിധ നൃത്തങ്ങൾ ഹൃദ്യമായി. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രവീൺ തോമസ് ഈ കിക്ക് ഓഫിന് നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. പ്രവാസി ചാനൽ ബ്യൂറോ, ന്യൂജേഴ്സി.